ബഹുമാനപ്പെട്ട ടി ജെ രാജൻ സാറിനെ സംബന്ധിച്ച് സുവിശേഷീകരണം എന്ന വിഷയം സവിസ്തരം പഠിപ്പിക്കുകയും അപ്പോൾ തന്നെ സുവിശേഷം പറയാൻ വിമുഖത കാണിക്കുകയും ചെയ്യുന്ന സുവിശേഷകരുള്ള ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ഇവിടെയാണ് റവറൻ ടി ജെ രാജൻ മറ്റുള്ളവരിൽ നിന്നും വ്യതിരക്തനാകുന്നത്. എഴുത്തുകളിലൂടെയും ചെറിയ പാട്ടുകളിലൂടെയും കോറസുകൾ, പഠിപ്പിക്കലുകളിലൂടെയും പ്രസംഗത്തിലൂടെയും എന്നുവേണ്ട ജീവിതം തന്നെ സുവിശേഷീകരണത്തിന് വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുന്ന അതിശ്രേഷ്ഠനായ ദൈവദാസനാണ് റവറൻ ടി ജെ രാജൻ. 1984 മുതൽ 2020 വരെയുള്ള ദീർഘമായ 3 പതിറ്റാണ്ടിൽ അധികം വർഷങ്ങൾ റവറൻ ടി ജെ രാജൻ ബഥേലിൽ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. KLM 1479 എന്ന നമ്പറിലുള്ള ഫിയറ്റ് കാറിൽ അധ്യാപനത്തിനായി ബഥേലിലെത്തിയിരുന്ന സാറിൻ്റെ സുസ്മേർ വചനം ബഥേലിലെ പഴയകാല തലമുറയുടെ മനോമുഖരത്തിൽ ഒളിമങ്ങാത്ത ഒരു ഓർമ്മയാണ്. ഇവാഞ്ചലിസം, ഹിന്ദുയിസം, ഫിലോസഫി എന്നീ വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള രാജൻ സാറിനോട് വിദ്യാർത്ഥികൾക്ക് പാഠ്യേതര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങളുമായി സമീപിക്കുവാൻ കഴിയുമായിരുന്നു. അപ്പോഴൊക്കെ ഒരധ്യാപകൻ എന്ന തലക്കനമില്ലാതെയാണ് സാർ വിദ്യാർത്ഥികൾക്ക് മറുപടി നൽകിയിട്ടുള്ളത്. ക്രിസ്ത്യൻ കോറസുകളുമായി ഇടപിരിയാത്ത ഒരു ബന്ധമാണ് പ്രിയ രാജൻ സാറിൻ്റേത്. തിയോളജി ഈസ് ബെസ്റ്റ് ടോട്ട് ബൈ ഹിംനോളജി എന്ന ഒരു തത്വം തന്നെ സാർ വിശ്വസിച്ചിരുന്നു. ഒരു കോറസ് പാടാതെ ഒരു ക്ലാസ്സോ പ്രസംഗമോ താൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്തിനേറെ അവസരം ലഭിച്ചാൽ സൗഹൃദ സംഭാഷണത്തിൽ പോലും കോറസുകൾ പാടി ആത്മീയ ബന്ധം മരക്കിട്ടുറപ്പിക്കുവാൻ സാറിന് അപാരമായ കഴിവാണ് ദൈവം നൽകിയിട്ടുള്ളത്. ഒരു പെന്തിക്കോസ് കുടുംബത്തിൽ 1949 ജനിച്ച റവറൻ ടി ജെ രാജൻ കേരള സർവകലാശാലയിൽ നിന്ന് ശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കിയ അനന്തരം 1970 കൽക്കട്ടയിലേക്ക് ജോലിക്ക് വേണ്ടി പോവുകയും അവിടെ വെച്ച് പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് ബാംഗ്ലൂരിലുള്ള സദനേഷ്യ ബൈബിൾ കോളേജിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ബിരുദം നേടുകയും കേരളം തൻ്റെ പ്രവർത്തന മേഖലയായി മാറ്റുകയും ചെയ്തു. ഡോക്ടർ രാജൻ്റെ സഹോദരങ്ങളെല്ലാവരും അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയവരായതിനാൽ അദ്ദേഹത്തിനും അമേരിക്കയിൽ സ്ഥിരതാമസത്തിന് അവസരം ലഭിച്ചതാണ്. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠം കേരളത്തിലെ സുവിശേഷ വേലയാണെന്ന തിരിച്ചറിവിൽ സാർ ഇവിടെ തുടരുകയായിരുന്നു. നാലാഞ്ചിറ, കിളിമാനൂർ, പേരൂർക്കട, ആനേറ എന്നീ സഭകളിൽ ഇടയനായി ശുശ്രൂഷിച്ച രാജൻ സാർ ഇപ്പോൾ ഏണിക്കര സഭയുടെ ശുശ്രൂഷകനാണ്. ബഥേലിലെ അധ്യാപനത്തോടൊപ്പം തന്നെ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൽ ദീർഘവർഷങ്ങൾ സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി അംഗം എന്നീ നിലകളിലും സാർ സേവനം ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിനും ഉപരിയായി ഇതൊരു നല്ല പഠിതാവായ റവറൻ രാജൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA-യും അമേരിക്കയിലെ ഗോർഡൻ കോൺവെൽത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ ഡോക്ടറേറ്റും കരസ്ഥമാക്കിയിട്ടുണ്ട്. റവറൻ ഡോക്ടർ രാജൻ്റെ സഹധർമ്മിണി മോഹൻകുട്ടി ആൻറ്റി റിട്ടയർഡ് അധ്യാപികയാണ്. മക്കൾ റവറൻ ജോൺ സി രാജൻ വിർജീനിയയിൽ അമേരിക്കയിൽ താമസിക്കുന്നു. ഡോക്ടർ ഗ്രേസ് രാജൻ അരിസോണയിൽ താമസിക്കുന്നു. മരുമക്കൾ റൂത്ത്, രാജീവ്. കൊച്ചുമക്കൾ ജോസിയ, നോവ, മനീഷ, അബിഗയിൽ. 70കളുടെ നിറവിലും സുവിശേഷ വേലയിൽ നിറസാന്നിധ്യമായിരിക്കുന്ന റവറൻ ടി ജെ രാജന് ബഥേൽ കുടുംബത്തിൻ്റെ നന്ദിയും ഭാവുകങ്ങളും നേരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ടി ജെ രാജൻ സാറിന് ഒരു മൊമെൻറ്റോ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സമയമാണ്. നമ്മുടെ സൂപ്രണ്ട് സാറ് അദ്ദേഹത്തിനത് കൊടുക്കുന്നതായിരിക്കും. അതിനുവേണ്ടി സഹോദരങ്ങൾ സാറിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരണമേ. ഡോക്ടർ രാജൻ ഒരു 2 മിനിറ്റിൽ നമുക്കതിനൊരു റെസ്പോൺസ്, ഒരു ഗ്രീറ്റിംഗ്സ് ആയിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ പ്രസ്താവിച്ച ഡോക്ടർ ഐസക് ചെറിയാനും ഈ ചാപ്പലിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത അനുഭവം എനിക്കുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ഡോക്ടർ ജെയിംസ് ജോർജ്, ബോർഡ് ചെയർമാൻ പാസ്റ്റർ ടി ജെ സാമുവൽ,
മുൻ പ്രിൻസിപ്പൽമാരായി സേവനമനുഷ്ഠിച്ച പാസ്റ്റർ കെ ജെ മാത്യു, ടി എസ് സാമുവൽകുട്ടി, സന്നിധിയിലായിരിക്കും നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ SABC ഇന്ന് പഠിച്ചിറങ്ങിയപ്പോൾ അന്ന് കുഞ്ഞുമൻ സാറുമൊക്കെ എന്നെ ഇവിടേക്ക് ക്ഷണിച്ചു. എന്നാൽ ഡോക്ടർ ജോൺ താന്നിക്കൽ ഇവിടെ പ്രിൻസിപ്പലായിരുന്ന സമയത്ത് അദ്ദേഹം എന്നെ വളരെ നിർബന്ധിച്ച് ഈ കോളേജിൽ അധ്യാപകനായി തുടങ്ങുവാൻ എന്നെ പ്രേരിപ്പിച്ചു. ജോൺ താന്നിക്കൽ സാർ ഇപ്പോഴും ജീവനോടുണ്ട്. 92 വയസ്സായി ബാംഗ്ലൂരിൽ അദ്ദേഹം ജീവിക്കുന്നു. PS ഫിലിപ്പ് സാറാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കത്ത് തന്നത്. ചില വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തൻ്റെ വേല ജയിച്ചിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയല്ലോ. 36 കൊല്ലത്തെ ഓർമ്മകൾ ധാരാളമുണ്ട്. PN ചക്കരിയ സാറ്, പാസ്റ്റർ മാത്യു പി സ്കറിയ, പാസ്റ്റർ PD ജോൺസൺ, ഏറ്റവും ഒടുവിലായി പാസ്റ്റർ PS ഫിലിപ്പ് സാറും അവരുടെ വേല ജയിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് പോയി. ഇപ്പോൾ ബോർഡ് ചെയർമാനായിരിക്കുന്ന പാസ്റ്റർ TJ സാമുവലിൻ്റെ സഹധർമ്മിണിയെയും 84-ൽ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ മത്തായിയുടെ സുവിശേഷമാണ് അന്ന് ഞങ്ങൾ പഠിച്ചത്. ഞാൻ പഠിപ്പിച്ച 36 കൊല്ലത്തിനുള്ളിലെ മിക്ക പേരും ഇവിടെ ഉണ്ട്. എല്ലാവരും ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് പാടി തുടങ്ങിയതുപോലെ, TS സാമുവൽകുട്ടി സാർ പാടി തുടങ്ങിയതുപോലെ, കർത്താവിൻ സ്നേഹത്തിൽ ഇന്നും വസിച്ചിടുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഓർമ്മകൾ ധാരാളമുണ്ട്. അമേരിക്കയിൽ ജോൺ ബർജ് സാഹിബിൻ്റെ കൂടെ പോയി താമസിച്ച ഓർമ്മ എനിക്കുണ്ട്. ഈ കോളേജിൻ്റെ സ്ഥാപകൻ, അനേക ഓർമ്മകൾ. ഈ കോളേജിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന ഐസക് ചെറിയാൻ്റെ മാതാപിതാക്കളെ കണ്ട ഓർമ്മ എനിക്കുണ്ട്. ചെറുപ്പത്തിലെ AGയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പലായിരിക്കുന്ന ഡോക്ടർ ജെയിംസ് ജോർജ്, അധ്യാപകർ, നിങ്ങൾ മുൻകൈയെടുത്ത് ഇങ്ങനെ ഒരു ആദരിക്കൽ ശുശ്രൂഷ. എൻ്റെ അറിവിൽ ഞാൻ പഠിപ്പിച്ച പാസ്റ്റർ D ജോയിയും ഈ കോളേജിലെ സേവനം മതിയാക്കിയതുകൊണ്ട് അദ്ദേഹത്തെ അനുമോദിക്കുന്നതായിട്ട് അറിയുന്നു. ഇന്ന് നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ കഴിയുന്നതിൽ സന്തോഷിക്കുന്നു. എനിക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞ പ്രിയപ്പെട്ടവർ, ഈ കോളേജിൽ പഠിപ്പിക്കാൻ വന്ന് മുഖാന്തരം ഞാനും എൻ്റെ വിദ്യാഭ്യാസം തുടർന്നു. ബാബു ഇമ്മാനുവൽ പറഞ്ഞതുപോലെ ഡോക്ടർ ബില്ലിഗ്രാം പ്രസിഡൻ്റായിരുന്ന ഗോർഡൻ കോൺവൽ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് ഡോക്ടറൽ സ്റ്റഡീസ് നടത്താൻ ഇവാഞ്ചലിസത്തിൽ ദ പവർ ഓഫ് പേഴ്സണൽ ഇവാഞ്ചലിസം എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുക്കാനും ദൈവം എന്നെ സഹായിച്ചു. ശ്രേഷ്ഠമേറിയ ഓർമ്മകൾ തന്നിരിക്കുന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്യു പി സ്കറിയ എന്ന് പറയുന്ന ദൈവദാസൻ വളരെ ചെറുപ്പമായിരുന്നു. അദ്ദേഹം തന്നെ ഭാര്യയുടെ വീട്ടിലേക്ക് ചെങ്കോട്ടയ്ക്ക് പോകുന്ന സമയത്ത് ഒരു അപകടമുണ്ടായി. ഡോക്ടർ ഐസക് വി മാത്യു ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സംഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ബോഡി ട്രിവാൻഡ്രത്ത് മോർച്ചറിയിൽ ഉണ്ട്, പോയി ഐഡൻറ്റിഫൈ ചെയ്യണം. ഞാനും തോമസ് നാരായണൻ സാറും കൂടെ പോയി ആ ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത ഓർമ്മ. അങ്ങനെ ദുഃഖകരമായിട്ടുള്ളതും സ്വാധീനിക്കുന്നതുമായ അനേക ശുശ്രൂഷകൾ ഓർമ്മയിൽ വരുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഇന്ന് ഈ ശുശ്രൂഷയിൽ എൻ്റെ സഹധർമ്മിണിയും മോനിക്കുട്ടിയുമായി വരാൻ എൻ്റെ ഒരു സ്നേഹിതൻ മധുവുമായിട്ട് വന്ന് സംബന്ധിക്കാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഡോക്ടർ ജെയിംസ് ജോർജിനോടും അധ്യാപകരോടും നന്ദി പ്രകാശിപ്പിക്കുന്നു. മാഗ്നിഫൈ ദ ലോർഡ് വിത്ത് മീ, ബ്ലെസ്സഡ് ലാംപ് ഓഫ് കാൽവറി എന്നൊരു കോറസ് ചാൾസ് ഗ്രീനവേ എന്ന ദൈവദാസം പാടുമ്പോൾ കണ്ണിൽ കണ്ണുനീര് വരുമായിരുന്നു. യേശുവിനെ അറിയിക്കുവാനും നമ്മുടെ സ്ഥാപനം പിന്നെ നിലകൊള്ളട്ടെ. ഇന്നത്തെ ചീഫ് ഗസ്റ്റായിട്ട് വന്ന ഗിരിയുടെ സഭയിൽ 50 കൊല്ലത്തിന് മുമ്പ് പോയി സംബന്ധിച്ച ഓർമ്മ എനിക്കുണ്ട്. അങ്ങനെ അനേക ഓർമ്മകൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഓർപ്പിക്കുന്നു. പാവ ഇമ്മാനുവൽ പറഞ്ഞതുപോലെ ഇപ്പോഴും ഒരു സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് വന്ന് ഞങ്ങളെ കാണുവാനും ഞങ്ങളെ ശുശ്രൂഷയിൽ സഹായിക്കാനും ഞങ്ങൾ ക്ഷണിക്കുന്നു.
Magnify the Lord with me, blessed Lamb of Calvary, for His grace so rich and free. Magnify the Lord with me, magnify the Lord with me, blessed Lamb of Calvary. Jesus gives us liberty, oh magnify the Lord with me, blessed Lamb of Calvary. ആ യേശുവിനെ എപ്പനെ അറിയുവാൻ ഈ കോളേജിന് ഇടയായി തീരട്ടെ. യേശുവിനെ അറിയുവാനും അറിയിക്കുവാനും ഇത് ചെറാമ്പൂർ ലെവലിലേക്ക് എത്തുവാൻ ശ്രമിച്ച ഐസക് വി മാത്യു സാറിനോടും എൻ്റെ കടപ്പാട് അറിയിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമേ. ഞങ്ങൾ ഈ സ്ഥാപനത്തെ ഓർത്ത് പിന്നെയും പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടെ. താങ്ക് യു ഐസക് ചെറിയാൻ.